ഹോസ്പിറ്റലിൽ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ജയ്ക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ജയ്യുടെ ചിന്തകളിൽ മുഴുവൻ മീനു പറഞ്ഞ വാക്കുകളായിരുന്നു. അങ്ങനെയൊരു വിവാഹത്തിന് താൻ സമ്മതിക്കണമോ? അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും പിന്നീടുള്ള തൻ്റെ ജീവിതം? ഭാവിയെക്കുറിച്ചുള്ള ചിന്ത ജയ്യെ വല്ലാണ്ട് അലട്ടി. ഇപ്പോഴുള്ള ഈ ഒരു സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി താൻ അങ്ങനെ ഒരു വിവാഹത്തിന് ഒരുങ്ങിയാൽ മുന്നോട്ടുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ച് യാതൊരു ഇത്തും പിടിയും കിട്ടുന്നില്ല. മീനു അറിഞ്ഞിടത്തോളം അവൾ ഒരു ഡോക്ടർ എന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ പ്രമാണിയായ ഒരു കുടുംബത്തിലെ മകളാണ്. ഒരിക്കലും പ്രമാണിയായ ആ കുടുംബക്കാർ തന്നെ ഭർത്താവായി കാണാൻ തയ്യാറാവില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ താൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? എല്ലായിടത്തും അപമാനം താൻ സഹിക്കേണ്ടി വരുമോ? ജയ്യുടെ ചിന്തകൾ കാട് കയറി തുടങ്ങി. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്ന വ്യക്തിയാണ് ജയ്. എടുത്തു ചാടി ഒന്നിലേക്കും തലവെക്കാറില്ല. ആ ജീവിതം തന്നെയാണ് ജയെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. കൃത്യമായി ലക്ഷ്യബോധമുള്ളവൻ അതായിരുന്നു ജയ്. പക്ഷേ മീനുവിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്ത വിധം ജയ്യുടെ സമ്മർദ്ദങ്ങൾ ജയിൽ മുറുകുന്ന ജയ് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന അച്ഛൻ കണ്ണു തുറന്നാൽ തന്നോട് ആദ്യം ആവശ്യപ്പെടുന്നത് തൻ്റെ വിവാഹക്കാര്യം തന്നെയായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. അച്ഛനോ അമ്മയെയും ഇനിയും നിരുത്സാഹപ്പെടുത്താൻ സാധിക്കില്ല. വിവാഹം എന്ന കുരുക്കിലേക്ക് താൻ വീണേ പറ്റുള്ളൂ. കാരണം അത് അവരുടെ അന്ത്യാഭിലാഷം പോലെയാണ് അവർ പറഞ്ഞു നടക്കുന്നത്. മീനു പറഞ്ഞ ആ ഓഫർ നിരസിക്കണോ അതോ സ്വീകരിക്കണോ? ജയ്യുടെ ചിന്തകൾ വല്ലാണ്ട് കാട് കയറി തുടങ്ങി. മകൻ ഉറങ്ങാതെ എന്തോ ചിന്തിച്ചിരിക്കുകയാണെന്ന് തോന്നിയ അമ്മ ചോദിച്ചു, മോനെ, നീ എന്താ ഇത്രയ്ക്ക് ആലോചിക്കുന്നേ? അച്ഛനെക്കുറിച്ചാണോ അതോ നിന്റെ വിവാഹത്തെക്കുറിച്ചോ? അമ്മയുടെ ആ ചോദ്യം തന്നെ ജയിൽ അത്ഭുതമുളവാക്കി. ഞാൻ തൻ്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കറിയാം, ഇപ്പം നിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം, വിവാഹം കഴിക്കണം എന്നാ ചിന്തയെന്ന് അല്ലേ? അമ്മ, വിവാഹം എന്നൊക്കെ പറയുന്നത് അത് എനിക്കത്ര പെട്ടെന്ന് ശരിയാക്കും എന്ന് തോന്നുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് ഇത്രയും താല്പര്യം കാണിക്കാത്തത്. ജയ് പതുക്കെ പറഞ്ഞു, മോനെ, ഒരു പ്രായമെത്തുമ്പോൾ വിവാഹം കഴിക്കണം. അത് ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാണ്. ജയ് മറുപടിയായി ഒന്നും പറഞ്ഞില്ല. തൻ്റെ അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കുക അല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ജയ്ക്ക് തോന്നി. കാരണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് പലതവണ സംസാരിച്ചതാണ്. അന്നെല്ലാം അമ്മയുടെ വേദനയും കണ്ണുനീരും നിറഞ്ഞുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിരുന്നു അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകമകൻ്റെ വിവാഹം അതവരുടെ സ്വപ്നമാണ്. അത് കണ്ടു മരിക്കണം, ഇത് തന്നെയാണ് താൻ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ പറ്റുന്നൊരവസ്ഥയിലല്ല താനെന്ന് അച്ഛനമ്മമാർ മനസ്സിലാക്കുന്നില്ല എന്നായിരുന്നു ജയ്യുടെ പ്രശ്നം. അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. പെട്ടെന്നൊരു ദിവസം ഞാനൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. പിന്നീട് അങ്ങോട്ട് അവളുടെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കേണ്ടത്? അമ്മയ്ക്കറിയാലോ, നമ്മളിപ്പോഴും ആ വാടക വീട്ടിലാണ് ഉള്ളത്. സ്വന്തമായിട്ടൊരു വീടായിട്ടില്ല. ബാധ്യതകളൊന്നും ഇല്ലെങ്കിലും അവള് ജീവിതത്തിലേക്ക് വരുന്നതൊരു ബാധ്യതയല്ലേ അമ്മേ? മോനെ, എല്ലാ ബാധ്യതകളും തീർത്ത് എല്ലാം കഴിഞ്ഞൊരു കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് കഴിക്കാറുണ്ടാവില്ല. ഇപ്പം തന്നെ നിനക്ക് 32 വയസ്സായി. അതിനൊക്കെ ഓർമ്മയില്ലേ? നീ ചിന്തിക്കുന്നത് പോലെ അത്ര വലിയ ആനകേല മലയൊന്നും അല്ലട ഈ വിവാഹം. ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്നിച്ച് നമ്മൾ കഴിക്കുന്നത് അവൾക്കും കൊടുക്കാം. നമ്മളിപ്പോൾ പട്ടിണി എടുക്കാണോ? ഇല്ലല്ലോ. പിന്നെന്താ ഉള്ളേ? നീ നിനക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അവൾക്കും എടുക്കണം. അവളുടെ ചിലവെന്ന് പറഞ്ഞ് ഇപ്പം അധികം കൂടാൻ എന്താ ഉള്ളേ? അമ്മ, ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് അമ്മ വിചാരിക്കുന്ന പോലെ അത്ര ഈസിയായ ഒരു കാര്യമല്ല. എൻ്റെ പൊന്നു മോനെ, നീ ഇത്രയ്ക്ക് ചിന്തിച്ച് കൂട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അല്ലാതെ ഇതത്ര വലിയ പ്രശ്നമൊന്നും അല്ല.
വിവാഹ ചെലവ് ചിന്തിക്കണം. ആദ്യത്തെ ടാസ്ക് അവിടെ കിടക്കുന്നത്. വിവാഹത്തിന് നല്ലൊരു തുക കൊടുക്കണം. നല്ലൊരു എമൗണ്ട് അതിനു വേണ്ടി ഞാൻ കയ്യിൽ കരുതണം. ഞാൻ എപ്പോഴാണ് വീട് പണി തുടങ്ങാൻ പറ്റും എന്നാലോചിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഈ കാശ് ഞാനിപ്പോൾ വീണ്ടും എൻ്റെ വീട് പണി തുടങ്ങാൻ ലേറ്റ് ആവില്ലേ? അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു പെണ്ണ് കെട്ടുന്നതാണോ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാകുന്നതാണോ വലിയ കാര്യം? നീ ഒരു പെണ്ണ് കെട്ടുന്നത് തന്നെയാണ്, അതിലൊരു സംശയമില്ല. എൻ്റെ പൊന്നമ്മ, അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ വാടക വീടിൻ്റെ അവസ്ഥ. അവിടെ നമുക്ക് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. അവിടത്തേക്ക് ഞാൻ എങ്ങനെയാമ്മ ഒരു പെണ്ണിനെയും കൊണ്ടുവരാം? അവൾ ആ വീട്ടിൽ ജീവിക്കുന്ന എന്ത് ഉറപ്പാണ് അമ്മയുള്ളത്? കുറച്ചുകൂടി നല്ലൊരു വാടക വീട്ടിലേക്ക് നമുക്ക് മാറാം. ഒരു വിവാഹം കഴിക്കുമ്പോൾ പിന്നെ ആ വീട്ടിൽ കഴിക്കാൻ പറ്റുമോ? ആ വീട്ടിൽ കല്യാണം കഴിക്കുന്ന പറഞ്ഞാൽ ഒരു പെണ്ണിനെ കിട്ടില്ല, അത് ഉറപ്പാണ്. അതേ അമ്മ ഞാൻ പറഞ്ഞത്. ആദ്യം ഒരു വീട്, അത് കഴിഞ്ഞൊരു വിവാഹം. അപ്പോഴേക്കും പിന്നീട് അങ്ങോട്ട് എനിക്ക് ചിന്തിക്കാൻ വലിയ ബാധ്യതകളൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വീടൊക്കെ കെട്ടി നീ കല്യാണം കഴിക്കി തരാം 40 വയസ്സിലോ? അപ്പം നിനക്ക് പെണ്ണില്ല. പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നും. അമ്മ, എൻ്റെ മോനെ, കുറച്ചുകൂടി നല്ലൊരു വാടക വീട് നോക്കാം. അത്യാവശ്യം വൃത്തിയും അത്യാവശ്യം സൗകര്യമുള്ളൊരു വീട്. അങ്ങനെ ആ വീട്ടിലേക്ക് നമുക്ക് മാറാം. അത് കഴിഞ്ഞ് കല്യാണം കഴിക്കാം. എടാ, നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പെൺപിള്ളേരല്ലേ നമ്മൾ നോക്കുള്ളൂ. വാടക വീട്ടിൽ ജീവിക്കാൻ തയ്യാറായ പെൺപിള്ളേർ ഈ ലോകത്ത് കാണില്ലേ? അവരെ മതിയടാ. പിന്നെ ചിലവ്. നമ്മളങ്ങനെ ആർഭാടായിട്ടൊന്നും കല്യാണം കഴിക്കുന്നതല്ലല്ലോ. നമുക്കൊക്കെ എന്ത് ചിലവാടാണ് ഉണ്ടാവുന്നത്? അത്രയൊന്നും ആലോചിക്കാനൊന്നുമില്ല. ചെറിയൊരു പൈസ ചിലവാകാതെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ഇപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ പൈസ ചിലവാക്കുന്നുണ്ടല്ലോ മോനെ. അതുപോലൊരു ചിലവ് അത്രയേ ഉള്ളൂ വിവാഹവും. മോനെ, നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുട്ടി വരുന്നു. അവളും നീയുമുള്ള ജീവിതം. അത് കഴിഞ്ഞ് നിനക്ക് കുട്ടികളായിട്ട് അതൊക്കെ കാണണമെന്നുള്ള ഈ വയസ്സാങ്കാലത്ത് ഞങ്ങളുടെ ആഗ്രഹം. അതൊക്കെയല്ലേ മോനെ ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ഈ വയസ്സാങ്കാലത്ത് വേറെന്തൊക്കെയാണ് മോനെ ഉള്ളത്? അതൊക്കെയല്ലേ ഉള്ളൂ മോനെ. അച്ഛൻ തന്നെ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും നീ ഇത് കൂട്ടാക്കുന്നില്ലെന്ന് പരാതി അച്ഛനുണ്ട്. ഇപ്പം തന്നെ റൂമിലേക്ക് മാറ്റിയ അച്ഛൻ ആദ്യം ആവശ്യപ്പെടുന്നത് ഇത് തന്നെയായിരിക്കും. അതിലൊരു സംശയവും നിനക്ക് വേണ്ട. എനിക്കതറിയാം അമ്മ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല മോനെ. ഞാൻ ആ ബ്രോക്കറോട് വരാൻ പറയാം. നാളെ അച്ഛനെ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ആ ബ്രോക്കറെ ഒന്ന് വിളിക്കാം. ഇടയ്ക്ക് 2-3 തവണ അങ്ങേര് വന്നപ്പോൾ നീ സമ്മതിക്കാത്തതുകൊണ്ടല്ലേ. അമ്മ ബ്രോക്കറെ ഒന്നും തേടി പോകണ്ട. ഞാനൊരു പെണ്ണിനെ കെട്ടുന്നുണ്ടെങ്കിൽ അവളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഓ, അങ്ങനെയാണെങ്കിൽ സന്തോഷം. നിനക്കിഷ്ടപ്പെട്ടാൽ മതി, വേറെ ഒന്നും നമുക്ക് വേണ്ട. അമ്മ ഉത്സാഹത്തോടെയാണ് അത് പറഞ്ഞത്. ശരി അമ്മ, ഒരു കാര്യം എനിക്ക് അമ്മയോട് പറയാനുണ്ട്. എന്നാ മോനെ? എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ കെട്ടുള്ളൂ. അവൾക്കിനി എന്തൊക്കെ കുറവുകളുണ്ടെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് ഞാൻ പിന്മാറില്ല. എൻ്റെ മോനെ, നിനക്കിഷ്ടപ്പെട്ട പെണ്ണിന് ഒരിക്കലും ഒരു കുറവുണ്ടാവില്ല. ഇനി അഥവാ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ തന്നെ അത് അച്ഛനമ്മയ്ക്ക് പ്രശ്നമല്ല. നിനക്കവളെ ഇഷ്ടപ്പെട്ട അത് മതി. കാരണം കൂടെ ജീവിക്കുന്നത് നിങ്ങളാണല്ലോ. ശരിയമ്മ, എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. ഇനി ഒരുപാടൊന്നും ആലോചിക്കാതെ മോൻ ഉറങ്ങിക്കോ. നാളെ അച്ഛനെ റൂമിലേക്ക് മാറ്റുമെന്ന് അവർ പറഞ്ഞത്.